السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا مولانا محمد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. أعوذ بكلمات الله التامة من كل شيطان وهامة ومن كل عين لامة ولا حول ولا قوة إلا بالله العلي العظيم. ബഹുമാനരായ മുഅ്മിനീങ്ങളെ മുഅ്മിനാത്തുകളെ, പരിശുദ്ധ ഖുർആനിലെ 164 പേജാണ് ഇന്ന് നമുക്ക് റൈഹാൻ ഖുർആൻ ക്ലാസ്സിൽ പഠിക്കാനുള്ളത്. അള്ളാഹു നമ്മുടെ ഈ സംഗമം സ്വാലിഹായ അമലായി ഖബൂൽ ചെയ്യട്ടെ. നമ്മൾ ദുആ ചെയ്യാൻ കടപ്പാടുള്ള എല്ലാ ആളുകൾക്കും, പ്രത്യേകിച്ച് നമ്മുടെ മാതാപിതാക്കൾ, ഉസ്താദുമാർ, മുഫസ്സിരീങ്ങൾ, പണ്ഡിതന്മാർ, ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത ആളുകൾ, ഈ ക്ലാസ് കേൾക്കുന്നവർ, പിന്നീട് പഠിക്കുന്നവർ, നമുക്ക് ഭക്ഷണം തന്നവർ, സ്നേഹിച്ചവർ, സഹായിച്ചവർ, എല്ലാവർക്കും അള്ളാഹു തആല രണ്ട് ലോകത്തും ഖൈർ പ്രദാനം ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നമ്മൾ ആദ്യമായി ആ പേജിന്റെ പാരായണമാണ് നിർവഹിക്കുന്നത്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഹഖീഖുൻ അലാ അല്ലാ അഖൂല അലല്ലാഹി ഇല്ലൽ ഹഖ് ഖദ് ജിഅ്തുകും ബിബയ്യിനത്തിൻ മിർ റബ്ബികും ഫഅർസിൽ മഅയ ബനീ ഇസ്രായീൽ. قال إن كنت جئت بآية فأت بها إن كنت من الصادقين. فألقى عصاه فإذا هي ثعبان مبين ونزع يده فإذا هي بيضاء للناظرين. قال الملأ من قوم فرعون إن هذا لساحر عليم يريد أن يخرجكم من أرضكم فماذا تأمرون. قالوا أرجه وأخاه وأرسل في المدائن حاشرين يأتوك بكل ساحر عليم. وجاء السحرة فرعون قالوا إن لنا لأجرا إن كنا نحن الغالبين. قال نعم وإنكم لمن المقربين. قالوا يا موسى إما أن تلقي وإما أن نكون نحن الملقين. قال ألقوا. فلما ألقوا سحروا أعين الناس واسترهبوهم وجاءوا بسحر عظيم. وأوحينا إلى موسى أن ألق عصاك فإذا هي تلقف ما يأفكون. فوقع الحق وبطل ما كانوا يعملون فغلبوا هنالك وانقلبوا صاغرين وألقي السحرة ساجدين. صدق الله العلي العظيم. സൂറത്തുൽ ആറാഫിലെ 105 മുതൽ 120 വരെയുള്ള 16 ആയത്തുകളാണ് നമ്മൾ ഓതി വെച്ചത്. പരിശുദ്ധ ഖുർആനിൽ 9-ാമത്തെ ജുസ്ഇൽ 164-ാമത്തെ പേജ്. സയ്യിദുനാ മൂസാ നബി അലൈഹിസ്സലാമിന്റെ ചരിത്രമാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. മഹാനവറുകളെ അല്ലാഹു തആല പ്രവാചകനായി നിയോഗിച്ചതും അങ്ങനെ ഫിർഔന്റെ അടുത്തേക്ക് പോയി പ്രബോധന ദൗത്യം തുടങ്ങിയതുമായിരുന്നു അവസാനമായി കഴിഞ്ഞ പേജിൽ നമ്മൾ പറഞ്ഞു നിർത്തിയത്. ഫിർഔനിനോട് മൂസാ നബി അലൈഹിസ്സലാം പറഞ്ഞതെന്താ? ഞാൻ ലോകരക്ഷിതാവായ അള്ളാഹുവിന്റെ ദൂതനാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് സംഭാഷണം തുടങ്ങിയത്. പിന്നെ അതിനുശേഷം നടന്ന സംഭാഷണ ശകലങ്ങളാണ് ഇനിയുള്ള ആയത്തിൽ അള്ളാഹു തആല ഉദ്ധരിക്കുന്നത്. 105-ൽ എന്താണ് പറയുന്നത് എന്ന് നോക്കാം. മൂസാ നബി അലൈഹിസ്സലാം ഫിർഔനോട് പറയാണ്, അനേകം കാലമായി മർദ്ദനങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന എന്റെ ജനത, അതായത് ബനൂ ഇസ്രായേലുകാർ, അവരെ നീ വിട്ടുതരണം. ഞാൻ അള്ളാഹുവിന്റെ പ്രവാചകനാണ് എന്നതിന് എന്റെ കയ്യിൽ തെളിവുണ്ട്. ഇതാണ് ഇനിയുള്ള ആയത്തിൽ ആദ്യമായി അള്ളാഹു തആല ഉദ്ധരിക്കുന്നത്. പ്രാമാണികമായിട്ടാണ് മൂസാ നബി അലൈഹിസ്സലാം ദൗത്യം നിർവഹിക്കാൻ പോകുന്നത്. ആദ്യം എന്ത് പറഞ്ഞു? ഞാൻ പ്രപഞ്ച സംരക്ഷകനായ, ലോകത്തിന്റെ നാഥനായ അള്ളാഹുവിന്റെ ദൂതനാണ്, അല്ലേ? അള്ളാഹുവിനെ കുറിച്ച് ഉള്ളത് മാത്രമേ ഞാൻ പറയൂ. ഈ നിലപാട് വ്യക്തമാക്കാൻ എന്റെ അടുത്ത് ദൃഷ്ടാന്തവുമുണ്ട്. ഇത്രയും ഫിർഔനിനെ ബോധ്യപ്പെടുത്തിയാണ് മൂസാ നബി അലൈഹിസ്സലാം
കാര്യം പറയുന്നത്. ഇസ്രായേല്യരെ എനിക്ക് വിട്ടുതരണം, നീ അവരെ മോചിപ്പിക്കണം. 105-ാമത്തെ ആയത്ത് നോക്കൂ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഹഖീഖുൻ അലാ അല്ലാ അഖൂല അലല്ലാഹി ഇല്ലൽ ഹഖ് ഖദ് ജിഅ്തുകും ബിബയ്യിനത്തിൻ മിർ റബ്ബികും ഫഅർസിൽ മഅയ ബനി ഇസ്രായീൽ. ഹഖീഖുൻ അലാ അല്ലാ അഖൂല അലല്ലാഹി ഇല്ലൽ ഹഖ്. അല്ലാഹുവിനെ സംബന്ധിച്ച് സത്യമല്ലാത്തതൊന്നും എനിക്ക് പറയാൻ പാടില്ല. സത്യമല്ലാത്തതൊന്നും പറയാതിരിക്കാൻ ഞാൻ ബാധ്യസ്ഥനാണ്. ഹഖീഖുൻ, ബാധ്യസ്ഥനാണ് ഞാൻ. എന്ത്? അലാ അല്ലാ അഖൂല, ഞാൻ പറയാതിരിക്കാൻ ബാധ്യസ്ഥനാണ്. അലല്ലാഹി, അല്ലാഹുവിനെ സംബന്ധിച്ച്, ഇല്ലൽ ഹഖ്, സത്യമല്ലാതെ. അല്ലാഹുവിനെ സംബന്ധിച്ച് സത്യമല്ലാതെ മറ്റൊന്നും എനിക്ക് പറയാൻ പാടില്ല. അങ്ങനെ പറയാതിരിക്കാൻ ഞാൻ ബാധ്യസ്ഥനാണ്. ഖദ് ജിഅ്തുകും, ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വന്നിട്ടുണ്ട്. ബിബയ്യിനത്തിൻ മിർ റബ്ബികും, നിങ്ങളുടെ രക്ഷിതാവിന്റെ ഭാഗത്ത് നിന്നുള്ള തെളിവ് കൊണ്ടാണ് ഞാൻ വന്നത്. ദൃഷ്ടാന്തങ്ങളുണ്ട് എന്റെ കയ്യിൽ. അതുകൊണ്ട് ഫഅർസിൽ, നീ അയക്കണം, മഅയ, എന്റെ കൂടെ, ബനി ഇസ്രായേൽ, ബനു ഇസ്രായേലുകാർ, നീ അവരെ മോചിപ്പിക്കണം. അപ്പോ ഫിർഔൻ തിരിച്ചു പറയുന്നതാണ് 106-ാമത്തെ ആയത്തിൽ. ഫിർഔൻ ചിന്തിച്ചത് വേറെ വഴിക്കാ. ദൃഷ്ടാന്തമുണ്ട് എന്നല്ല പറഞ്ഞത്, എന്ന് അതൊന്ന് കാണട്ടെ എന്നായി. അതാണ് അവൻ പറയുന്നത് 106-ൽ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖാല ഇൻ കുൻത ജിഅ്ത ബിആയത്തിൻ ഫഅതി ബിഹാ ഇൻ കുൻത മിനസ് സാദിഖീൻ. ഖാല, ഫിർഔൻ പറഞ്ഞു, ഇൻ കുൻത, നീ ആണെങ്കിൽ, ജിഅ്ത, കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ, ബിആയത്തിൻ, നീ ദൃഷ്ടാന്തവുമായിട്ടാണ് വന്നത് എങ്കിൽ, ഫഅതി ബിഹാ, അതൊന്ന് കൊണ്ടുവാ, കാണട്ടെ. ഇൻ കുൻത മിനസ് സാദിഖീൻ, നീ സത്യസന്ധനാണെങ്കിൽ, സത്യം പറയുന്ന ആളാണെങ്കിൽ, ആ ദൃഷ്ടാന്തം ഒന്ന് കാണട്ടെ. അപ്പൊ എന്താ മൂസാ നബി അലൈഹി ഇസ്ലാം ചെയ്തത്? കയ്യിലുണ്ടായിരുന്ന വടി നിലത്തിട്ടു. നിലത്തിടേണ്ട താമസം അത് വലിയൊരു പാമ്പായി മാറി. മൂസാ നബി അലൈഹി ഇസ്ലാം അതിനുശേഷം തന്റെ വലത്തെ കൈ കുപ്പായമാറിനുള്ളിൽ നിന്ന് പുറത്തെടുത്തു. വലത്തെ കൈ കുപ്പായമാറിനുള്ളിൽ നിന്ന് പുറത്തേക്കെടുത്തു. അപ്പോഴതാ ആ കൈ പ്രകാശിക്കുന്നു. അത്ഭുതം തന്നെ. 2 മഹാദൃഷ്ടാന്തങ്ങൾ. നിലത്ത് വടിയിട്ടത് പാമ്പായി. തന്റെ സ്വന്തം കൈ കുപ്പായമാറിൽ നിന്ന് പുറത്തേക്കെടുത്തപ്പോഴേക്കും ആ കൈ പ്രകാശിക്കാൻ തുടങ്ങി. ഇതാണ് 107-ലും 108-ലും അല്ലാഹു തആല പറയുന്നത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഫഅൽഖാ അസാഹു ഫഇദാ ഹിയ സുബ്ബാനുൻ മുബീൻ. ഫഅൽഖാ, അപ്പോൾ മൂസാ നബി അലൈഹിസ്സലാം ഇട്ടു, നിലത്തിട്ടു, അസാഹു, അവിടുത്തെ വടി, തന്റെ കയ്യിലുണ്ടായിരുന്ന വടി നിലത്തിട്ടു. മൂസാ നബിയുടെ വടി നിലത്തിട്ടു. ഫഇദാ ഹിയ, അപ്പോഴതാ അത്, സുബ്ബാനുൻ മുബീൻ, വ്യക്തമായൊരു പാമ്പായിരിക്കുന്നു. ശരിക്ക് കാണാൻ കഴിയുന്ന വലിയൊരു പാമ്പായി മാറിയിട്ടുണ്ടത്. വനസഅ യദഹു ഫഇദാ ഹിയ ബൈദാഉ ലിന്നാസിരീൻ. വനസഅ യദഹു, മഹാനവറുകൾ തന്റെ കൈ കുപ്പായമാറിൽ നിന്ന് പുറത്തെടുത്തു കാണിച്ചു. വനസ, ഊരി എന്നാണ് ശരിക്കും നസ എന്ന് പറഞ്ഞാൽ. അങ്ങനെ പുറത്തേക്ക് എടുത്ത് കാണിച്ചു. യദഹു, തന്റെ കൈ കുപ്പായമാറിനുള്ളിൽ നിന്ന് പുറത്തേക്ക് എടുത്ത് കാണിച്ചു. അപ്പൊ ഫഇദാ ഹിയ, അപ്പോൾ അതാ ആ കൈ, ബൈദാഉ, വെട്ടിത്തിളങ്ങുന്നു, വെളുത്തു തിളങ്ങുന്നു, ലിന്നാസിരീൻ, കാണികൾക്ക്. അതിങ്ങനെ കാണുന്ന ആളുകൾക്ക് ആ കൈ എങ്ങനെ തിളങ്ങാം? ഫഇദാ ഹിയ ബൈദാഉ ലിന്നാസിരീൻ, അപ്പോഴതാ ആ കൈ കാണികൾക്ക് വെളുത്തു തിളങ്ങുന്നു. ഇതാണ് ദൃഷ്ടാന്തങ്ങൾ. ശുഐബ് നബി അലൈഹി ഇസ്ലാമിന്റെ നാട്ടിൽ നിന്ന് മകളെ കല്യാണം കഴിഞ്ഞ് കൂടെ കൂട്ടി തിരിച്ചു വരുന്ന വഴിയിൽ സീനാ താഴ്വരയിൽ വെച്ച് അല്ലാഹു തആല മൂസാ നബി അലൈഹി ഇസ്ലാമിനെ റസൂലായി നിയോഗിച്ച അവസരത്തിൽ തന്നെ ഈ 2 ദൃഷ്ടാന്തങ്ങളും നിശ്ചയിച്ചു കൊടുത്തിരുന്നു. ഈ വടിയും കൈ പ്രകാശിക്കുന്നതും. ഇൻഷാ അല്ലാഹ് ഇത് സംബന്ധമായിട്ടുള്ള കൂടുതൽ വിവരങ്ങൾ സൂറത്തുൽ ഖസസിലും താഹയിലും വരുന്നുണ്ട്. അവിടെ പഠിക്കാം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ആമീൻ. ഇനി നമ്മൾ 109-ഉം 110-ഉം ആയത്തുകളിലേക്ക് കടക്കുകയാണ്. ഇപ്പൊ എന്താ സംഭവിച്ചത്? മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ ദൃഷ്ടാന്തങ്ങൾ ചോദിച്ചപ്പോ നല്ല 1-ാം തരം മുഅ്ജിസത്തുകൾ ഫിർഔനിന് മുമ്പിൽ മൂസാ നബി അലൈഹി ഇസ്ലാം കാണിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ കാണിച്ചു കൊടുത്ത സമയത്ത് അവിടെ ഉണ്ടായിരുന്ന വിഐപികൾക്കിടയിൽ നടന്ന ചർച്ചയാണ് ഇനി അല്ലാഹു തആല പറയുന്നത്. എല്ലാവരും പരസ്പരം കൂടിയാലോചിച്ചതിന് ശേഷമാണ് മൂസാ നബി അലൈഹി ഇസ്ലാമിനെതിരെയുള്ള നിലപാടുകൾ അവർ തീരുമാനിച്ചത്, ഉറപ്പിച്ചത്. ഇങ്ങനെ ദൃഷ്ടാന്തങ്ങൾ കാണിച്ചപ്പോഴേ എന്താണ് അവർ ചർച്ച ചെയ്തതെന്നറിയോ? അവർ പറഞ്ഞു, ഇയാൾ കൊള്ളാലോ, നല്ല നിപുണനായ, നല്ല കഴിവുള്ള മാരണക്കാരനാണല്ലേ, സാഹിറാണല്ലേ, ജാലവിദ്യക്കാരനാണല്ലേ, മായാജാലം കാണിച്ചിട്ട് ആളുകളെ മയക്കി വഞ്ചിച്ച് ഈ നാട്ടിൽ നിന്ന് ആളുകളെ പുറത്താക്കാനുള്ള സൂത്രമാണിത്. അതുകൊണ്ട് ഇവനെ വെറുതെ വിട്ടുകൂടാ. എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത്? ഇതാണ് അവർ ചർച്ച ചെയ്തത്, ഇതാണ് അവർ ആലോചിക്കുന്നത്. സത്യത്തിൽ
ഈ പാമ്പ് നിലത്തങ്ങത്തിട്ട് പാമ്പായി മാറിയത് കണ്ടപ്പോ ഇവർ പേടിച്ചിട്ടുണ്ട്. സത്യത്തിൽ ഫിർഔനും പേടി കുടുങ്ങിയിട്ടുണ്ട്. നോക്കൂ 109-ാമത്തെ ആയത്ത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖാലൽ മലഉ മിൻ ഖൗമി ഫിർഔന ഇന്ന ഹാദാ ലസാഹിറുൻ അലീം. ഖാലൽ മലഉ, നേതാക്കൾ പറഞ്ഞു, മിൻ ഖൗമി ഫിർഔന, ഫിർഔനിന്റെ ആ ജനങ്ങളിലെ ആ സമൂഹത്തിലെ നേതാക്കൾ വിഐപികൾ പറഞ്ഞു, ഇന്ന ഹാദാ, തീർച്ചയായും ഇവൻ, ലസാഹിറുൻ, സാഹിർ തന്നെയാണ്, അലീമുൻ, വിദഗ്ധനായ മാരണക്കാരൻ തന്നെയാണ്, നിപുണനായ വൈദഗ്ധ്യം നേടിയ സാഹിർ തന്നെയാണ് എന്ന് പറഞ്ഞു. സിഹർ എന്നൊക്കെ പറഞ്ഞാല് നമുക്കറിയാം, കൺകട്ടി വിദ്യ, ജാലവിദ്യ, ആഭിചാരം, ഇന്ദ്രജാലം, ചെപ്പടി വിദ്യ, അങ്ങനെയൊക്കെ പറയാം. ആ പണി ചെയ്യുന്ന ആൾക്കാണ് സാഹിറുൻ എന്ന് പറയുക. 110-ാമത്തെ ആയത്ത് നോക്കൂ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യുരീദു അൻ യുഖ്രിജകും മിൻ അർദികും ഫമാദാ തഅ്മുറൂൻ. യുരീദു, അവൻ ഉദ്ദേശിക്കുന്നു, അൻ യുഖ്രിജകും, നിങ്ങളെ പുറത്താക്കാൻ, മിൻ അർദികും, നിങ്ങളെ നാട്ടിൽ നിന്ന്, ഈ നാട്ടിൽ നിന്ന് നിങ്ങളെ ഈ സിഹർ കാണിച്ച് പുറത്താക്കാൻ ഇവന്റെ തീരുമാനം, ഇവന്റെ ഉദ്ദേശം അതാണ്. ഫമാദാ തഅ്മുറൂൻ, അതുകൊണ്ട് ഇവന്റെ കാര്യത്തിൽ എന്താണ് നിങ്ങൾ നിർദ്ദേശിക്കുന്നത്? ഫിർഔൻ ചോദിക്കാൻ ഇവരോട്, ഫമാദാ തഅ്മുറൂൻ, നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഇവനെ എന്ത് ചെയ്യാനാണ് നിങ്ങൾ നിർദ്ദേശിക്കുന്നത്? 111-ഉം 112-ഉം നോക്കാം. ആളുകൾ ഇങ്ങനെ ചർച്ച ചെയ്യുകയാണ്. അവർക്ക് മനസ്സിലായി മൂസാ നബി അലൈഹി ഇസ്ലാം പുറത്തുപോയി ഈ വലിയ 2 ദൃഷ്ടാന്തങ്ങളുമായി പ്രചാരണം നടത്തിയാൽ വലിയൊരു വിഭാഗം ആളുകൾ, മഹാനവകൾ കൂടെ കൂടാൻ സാധ്യതയുണ്ട് എന്ന് അവർ മനസ്സിലാക്കിയിട്ട് അതിനുള്ള നടപടിക്രമങ്ങളാണ് ഇനി അവർ ചെയ്യുന്നത്. അതായത് അടുത്ത ആയത്തിൽ 111-ാമത്തെ ആയത്തിൽ കാണുന്നത് പോലെ മൂസാ നബി അലൈഹി ഇസ്ലാമിനെയും ഹാറൂൻ നബി അലൈഹി ഇസ്ലാം നാട്ടിൽ തന്നെ തടഞ്ഞു വെച്ച് പുറത്തു പോകാൻ അനുവദിക്കാതെ നാട്ടിൽ തന്നെ തടഞ്ഞു നിർത്തണമെന്ന് അവർ അഭിപ്രായപ്പെടുകയാണ്. പുറത്തു പോകാൻ അനുവദിക്കരുത്, നാട്ടിൽ തന്നെ നിർത്തണം. മൂസാ നബി അലൈഹി ഇസ്ലാം വലിയ വിദഗ്ധനായ മാരണക്കാരനാണ്. ഇവിടെ വെച്ച് തന്നെ പരാജയപ്പെടുത്തുകയല്ലാതെ വേറെ നിർവാഹം നമ്മുടെ മുമ്പിലില്ല എന്നാണ് അവർ തീരുമാനിച്ചത്. അതുകൊണ്ട് തന്നെ ഒരു മത്സരം നടക്കാൻ ഒരുങ്ങുകയാണ്. നാട്ടിൽ ഒരു വിളംബരം നടത്തണം. നാട്ടിലുള്ള സർവ മാരണക്കാരെയും, വിദഗ്ധരായ എല്ലാ മാരണക്കാരെയും ക്ഷണിച്ചു വരുത്തണം കൊട്ടാരത്തിലേക്ക്. അതാണ് 111-ാമത്തെ ആയത്തിൽ പറയുന്നത്. 111-ലും 112-ലും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖാലൂ അർജിഹു അഖാഹു അർസിൽ ഫിൽ മദാഇനി ഹാശിരീൻ യഅതൂക ബികുല്ലി സാഹിരിൻ അലീം. ഖാലൂ, അവരൊക്കെ കൂടി പറഞ്ഞു, അർജിഹ്, ഫിർഔനോട് പറയാൻ, നിങ്ങൾ എന്താണ് ഇവനെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ചോദ്യത്തിന് മറുപടി പറയാം. ഖാലൂ, അവർ പറഞ്ഞു, അർജിഹ്, കാരണം പരസ്പരം കൂടി ആലോചിച്ചതിന് ശേഷം അവർ പറഞ്ഞു, അർജിഹ്, താങ്കൾ അവനെയും വഅഖാഹു, അവന്റെ സഹോദരനെയും തടഞ്ഞു നിർത്തുക. ഇവനും ഇവന്റെ സഹോദരനും നിങ്ങൾ കുറച്ച് അവധി നൽകുക എന്ന് പറഞ്ഞാൽ ഇവിടെ നാട്ടിൽ തന്നെ തടഞ്ഞു നിർത്തി കുറച്ച് സമയം നൽകുക. 2 അർത്ഥം അതിനുണ്ട്. ഇവരെ തടഞ്ഞു നിർത്തുക എന്നർത്ഥമുണ്ട്, കുറച്ച് അവധി നൽകുക, താമസം നൽകുക എന്നർത്ഥവുമുണ്ട്. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ഫിർഔനോട് പറയാൻ, വാർഷിൽ, നിങ്ങൾ അയക്കണം, ഫിൽ മദാഇനി, പട്ടണങ്ങളിൽ, ഹാശിരീന, ആളുകളെ ഒരുമിച്ച് കൂട്ടുന്നവരെ, മാരണവിദ്യക്കാരെ ഒരുമിച്ച് കൂട്ടുന്ന ദൂതന്മാരെ നിങ്ങൾ പട്ടണത്തിൽ വിന്യസിക്കുകയും അയക്കുകയും ചെയ്യണം. അവരെല്ലാവരെയും കൊണ്ടുവരട്ടെ. വാർഷിൽ, നിങ്ങൾ അയക്കണം, ഫിൽ മദാഇനി, പട്ടണങ്ങളിൽ, ഹാശിരീന, മാരണവിദ്യക്കാരെ ഒരുമിച്ച് കൂട്ടുന്ന ആളുകളെ. ഹഷറ എന്ന് പറഞ്ഞാൽ ഒരുമിച്ച് കൂടും, അല്ലെ? മഹ്ഷർ എന്നൊക്കെ പറഞ്ഞു, ഒരുമിച്ച് കൂടുന്ന സ്ഥലം. യഅതൂക ബികുല്ലി സാഹിരിൻ അലീം, യഅതൂക, ആ ദൂതന്മാർ കൊണ്ടുവരട്ടെ, ബികുല്ലി സാഹിരിൻ, എല്ലാ മാരണക്കാരെയും, അലീമിൽ, വിദഗ്ധരായ മാരണക്കാരെ മുഴുവനും ആ ദൂതന്മാർ കൊട്ടാരത്തിലേക്ക് കൊണ്ടുവരട്ടെ. എന്നിട്ട് നമുക്ക് ഇവരൊന്ന് മത്സരിപ്പിക്കാൻ തമ്മിൽ ആരാണ് ജയിക്കാൻ നോക്കാലോ. അങ്ങനെ നമുക്ക് ഇവരെന്താക്കാം? അടിച്ചമർത്താം, മൂസയെയും ഹാറൂനെയും ഒതുക്കിക്കളയാം അലൈഹിമുസ്സലാത്തു വസ്സലാം. ഇവിടെ അർജിഹു അഖാഹു എന്ന് പറഞ്ഞത് മഹാനായ ഹാറൂൻ നബി അലൈഹി സ്വലാമിനെ ഉദ്ദേശിച്ചിട്ടാണ്. ഹാറൂൻ നബി അലൈഹി സ്വലാമിനെ കൂടെ പ്രവാചകനെ നിയോഗിച്ചിരുന്നല്ലോ, അല്ലെ? മൂസാ നബി അലൈഹി സ്വലാമിന് മഹാനവറുകൾ അല്ലാഹു തആല റസൂലായി നിയോഗിച്ചപ്പോ വാചാലമായി സംസാരിക്കാൻ ചെറിയൊരു വിഷമമുണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്ക് സഹായത്തിന് എന്റെ സഹോദരനെ കൂടെ റബ്ബേ നീ പ്രവാചകനെ നിയോഗിച്ചു തരണമെന്ന് പറഞ്ഞപ്പോ ആ അപേക്ഷ അനുസരിച്ചാണ് ഹാറൂൻ നബി അലൈഹി സ്വലാമിന് അല്ലാഹു തആല കൂടെ സഹായിയായി നിയോഗിച്ചു കൊടുത്തത്. അതാണ് അർജിഹു അഖാഹു എന്ന് പറയാൻ കാരണം. അവിടെ അഖാഹു എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഉദ്ദേശം മഹാനായ ഹാറൂൻ നബി അലൈഹി സ്വലാമാണ്.
അടുത്ത ആയത്തിലേക്ക് കടക്കാം. 113, 114 ആകട്ടെ. അപ്പൊ ചർച്ച ചെയ്ത് തീരുമാനമായി. അങ്ങനെ ഫിർഔൻ ഉത്തരവിടുകയാണ്. ഫിർഔന്റെ നിർദ്ദേശപ്രകാരം എല്ലാ ഭാഗങ്ങളിലേക്കും ആളുകൾ പോയി. വിദഗ്ധരായ സർവ്വ ആളുകളെയും വിളിച്ചു വരുത്തി. എല്ലാവരും സന്നിഹിതരായി സദസ്സിൽ. ഒരു ദിവസം നിശ്ചയിച്ചു. ആ ദിവസം എല്ലാവരും സന്നിഹിതരായി. മാരണക്കാരായ ആളുകൾ വന്ന് ഫിർഔനോട് പറഞ്ഞു, ഞങ്ങളെങ്ങാനും ജയിച്ചാലേ ഞങ്ങൾക്ക് നല്ല സമ്മാനം ഉണ്ടാവുമല്ലോ, ഉറപ്പല്ലേ? നല്ല സമ്മാനം വേണം. അപ്പൊ ഫിർഔൻ പറഞ്ഞു, നിങ്ങൾ ജയിച്ചാൽ സമ്മാനം മാത്രമല്ല, നിങ്ങൾ എന്റെ ദർബാറിലെ പ്രത്യേകക്കാരായ ആളുകളുടെ പട്ടികയിൽ നിങ്ങളുടെ പേരുകൾ ഉൾപ്പെടുത്തുകയും ചെയ്യും. എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്റെ മുഖറബീങ്ങളാവും. സമ്മാനം മാത്രമല്ല നിങ്ങൾക്ക് തരാൻ പോകുന്നത്, നിങ്ങൾ എന്റെ മുഖറബീങ്ങളായ സമീപസ്ഥരായ ആളുകൾ, എന്റെ ദർബാറിലെ ഏറ്റവും അടുത്ത ആളുകളെ കൂട്ടത്തിൽ നിങ്ങളും ഉണ്ടാവും. ഇതാണ് വാഗ്ദാനം ചെയ്തു കൊടുത്തത്. ഇത് ഫിർഔന് എങ്ങനെയെങ്കിലും അങ്ങോട്ട് സമ്മതിച്ചു കൊടുക്കണം. കാരണം ഈ ഒരു പ്രതിസന്ധിയിൽ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ട് കിട്ടണം. എന്ത് ചെയ്യാനും അവൻ സന്നദ്ധനാണ്. അതാണ് ആ വാഗ്ദത്തത്തിലുള്ള അതിന്റെ പിന്നിലുള്ള രഹസ്യം. നോക്കൂ, 113-ാമത്തെ ആയത്ത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വജാഅ അസ്സഹറതു ഫിർഔന ഖാലൂ ഇന്ന ലനാ ലഅജ്റൻ ഇൻ കുന്നാ നഹ്നുൽ ഗാലിബീൻ. വജാഅ അസ്സഹറ, സാഹിരീങ്ങൾ എല്ലാവരും വന്നു ഫിർഔന്റെ അടുത്തേക്ക്. സാഹിറുൻ എന്ന ജംആണ് സഹറത്തുൻ, മാരണവിദ്യക്കാരെല്ലാവരും വന്നു. എന്നിട്ട് ഖാലൂ, അവർ പറഞ്ഞു, ഇന്ന ലനാ ലഅജ്റൻ, ഞങ്ങൾക്ക് മികച്ച പ്രതിഫലം ഉണ്ടാകുമോ? ഇൻ കുന്നാ നഹ്നുൽ ഗാലിബീൻ, ഞങ്ങളാണ് ജയിച്ചത് എങ്കിൽ. ഇൻ കുന്നാ നഹ്നുൽ ഗാലിബീൻ, ഞങ്ങളാണ് വിജയികൾ എങ്കിൽ. ഇന്ന ലനാ ലഅജ്റൻ, ഞങ്ങൾക്ക് മികച്ച പ്രതിഫലം ഉണ്ടാവുമോ? കൂലി തരൂലേ? സമ്മാനം ഉണ്ടാവൂലേ? അർത്ഥം. അപ്പൊ എന്താ ഫിർഔന്റെ മറുപടി? 114-ാമത്തെ ആയത്ത്. ഖാല നഅം വ ഇന്നകും ലമിനൽ മുഖറബീൻ. ഖാല, ഫിർഔൻ പറയാണ്, നഅം, അതെ, സമ്മാനം ഉണ്ടാവുന്ന മാത്രമല്ല, വ ഇന്നകും ലമിനൽ മുഖറബീൻ, നിങ്ങൾ എന്റെ മുഖറബീങ്ങളിൽ പെടുകയും ചെയ്യും. എന്റെ ദർബാറിലെ സമീപസ്ഥരായ ആളുകൾ കൂട്ടത്തിൽ നിങ്ങൾ പെടുകയും ചെയ്യും. അങ്ങനെ ആ മത്സരത്തിന്റെ സമയം, ദിവസം, രംഗം സമാഗതമായിരിക്കുകയാണ്. നിർണായകമായ ഏറ്റുമുട്ടൽ നടക്കാൻ പോവുകയാണ്. അള്ളാഹുവിന്റെ പ്രവാചകന്മാരും ജാലവിദ്യക്കാരും തമ്മിൽ ആ ഒരു നിർണായകമായ മത്സരം കാണാൻ വേണ്ടി വലിയൊരു ജനാവലി തന്നെ അവിടെ എത്തിയിട്ടുണ്ട്. പരിപാടി തുടങ്ങാൻ പോവുകയാണ്. മൂസാ നബി അലൈഹി ഇസ്ലാമിനോട് ജാലവിദ്യക്കാർ ചോദിച്ചു, ആരാണ് ആദ്യം പ്രകടനം നടത്തേണ്ടത്? ഞങ്ങളാണോ നീയാണോ? ഞങ്ങളാണോ തുടങ്ങേണ്ടതോ നീയാണോ തുടങ്ങേണ്ടത്? ആ ചോദ്യമാണ് 115-ാമത്തെ ആയത്തിലുള്ളത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖാലൂ യാ മൂസാ ഇമ്മാ അൻ തുൽഖിയ വ ഇമ്മാ അൻ നകൂന നഹ്നുൽ മുൽഖീൻ. ഖാലൂ, അവർ ചോദിച്ചു, മാരണക്കാരായ ആളുകൾ ചോദിച്ചു, യാ മൂസ, മൂസാ നബിയെ, ഇമ്മാ അൻ തുൽഖിയ, ഒന്നുകിൽ നീ ആദ്യം വടിയിടും, വ ഇമ്മാ അൻ നകൂന നഹ്നുൽ മുൽഖീൻ, അല്ലെങ്കിൽ ഞങ്ങൾ തന്നെ ആദ്യം ഇടാം. ആരാണ് ആദ്യം സ്റ്റാർട്ട് ചെയ്യേണ്ടത്? ഇമ്മാ അൻ തുൽഖിയ, ഒന്നെങ്കിൽ നീ ആദ്യം വടി താഴെയിട്, വ ഇമ്മാ, അല്ലെങ്കിൽ അൻ നകൂന നഹ്നുൽ മുൽഖീൻ, ഞങ്ങൾ താഴെയിടാം, ഞങ്ങൾ തന്നെ ആദ്യം ഇടാം. അപ്പൊ മൂസാ നബി അലൈഹി സ്വലാം പറഞ്ഞു, നിങ്ങൾ തന്നെ തുടങ്ങിക്കോളൂ. അതാണ് മറുപടി പറഞ്ഞത്. ഇവിടെ ആരാണ് ആദ്യം പ്രകടനം തുടങ്ങേണ്ടത് എന്ന് സാഹചര്യങ്ങൾ ചോദിച്ചപ്പോ നിങ്ങൾ ആരംഭിക്കുക എന്ന് പറഞ്ഞ ആ മറുപടിക്ക് ഇതിനൊരു രഹസ്യമുണ്ട്. എന്ന് പറഞ്ഞാൽ അവരോട് ആദ്യം പ്രകടനം നടത്താൻ പറഞ്ഞതിന്റെ രഹസ്യം അവരുടേത് ശരിക്കും ആളുകൾക്ക് വ്യക്തമായി കാണാൻ വേണ്ടിയാണ്. അത് ശരിക്കും കാണണം. അങ്ങനെ കണ്ടു മനസ്സിലാക്കിയതിനെ അതിജയിക്കണം എന്റെ പ്രകടനം. അതുകൊണ്ട് ആദ്യം അവർ തന്നെ നടത്തട്ടെ. ഇനി താഴെ പറയുന്നത് പോലെ മൂസാ നബി അലൈഹി സ്വലാം വടി നിലത്തിട്ടപ്പോ അത് പാമ്പായി മാറുകയും അവരുടെ പാമ്പുകളെ എല്ലാം വിഴുങ്ങുകയാണല്ലോ ചെയ്തത്. മൂസാ നബി അലൈഹി സ്വലാം ആദ്യം തന്നെ തന്റെ മോചിതത്വം അവിടെ കാണിച്ചിരുന്നുവെങ്കിൽ എതിരാളികളായ ആളുകളുടെ പ്രകടനം ശരിക്കും ആളുകൾക്ക് കാണാൻ കഴിയുമായിരുന്നില്ല. അതുകൊണ്ടാണ് നിങ്ങൾ ആദ്യം തുടങ്ങിക്കോളൂ എന്ന് മൂസാ നബി അലൈഹി സ്വലാം പറഞ്ഞത്. ഏതായാലും മത്സരം തുടങ്ങുകയാണ്. ഈ പറയപ്പെട്ട സാഹചര്യങ്ങളായ ആളുകൾ കൊണ്ടുവന്ന വടികളും കയറുകളും നിലത്തിട്ടപ്പോഴേക്കും അതാ ആ വടികളും കയറുകളും ഒക്കെ കാണികളുടെ ദൃഷ്ടിയിൽ ഇഴഞ്ഞു നടക്കുന്ന പാമ്പുകളായി മാറിയിരിക്കുന്നു. ആ ഗ്രൗണ്ടിലെല്ലാം പാമ്പുകൾ തന്നെ, നിറയെ പാമ്പുകൾ. ആളുകളുടെ കണ്ണിൽ അങ്ങനെയാണ് തോന്നുന്നത്.
116 ആയത്ത് നോക്കൂ. ഇത് കണ്ടപ്പോ മൂസാ നബി അലൈഹി സ്വലാം പറയുന്നതാണ്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ഖാല അൽഖു ഫലമ്മാ അൽഖൗ സഹറു അയുനൻ നാസി വസ്തർഹബൂഹും വജാഉ ബിസിഹ്റിൻ അളീം. അല്ലാഹു തആല രംഗം വിശദീകരിച്ചു തരാണ്. ഖാല, മൂസാ നബി അലൈഹി സ്വലാം പറഞ്ഞു, അൽഖു, നിങ്ങൾ തന്നെ ഇട്ടോളൂ, നിങ്ങൾ തന്നെ ആദ്യം ഇട്ട് തുടങ്ങിക്കോളൂ. ഫലമ്മാ അൽഖൗ, അങ്ങനെ അവർ ഇട്ടപ്പോ, അവർ കയ്യിലുള്ള വടികളും കയറുകളും ഒക്കെ ഇട്ടപ്പോൾ, സഹറു അയുനൻ നാസ്, ജനങ്ങളുടെ കണ്ണുകൾ അവർ മയക്കിക്കളഞ്ഞു. ജനങ്ങളുടെ കൺകെട്ടിയവർ, സഹറു, അവർ മയക്കിക്കളഞ്ഞു. അയുനൻ നാസ്, ജനങ്ങളുടെ കണ്ണുകളെ. വസ്തർഹബൂഹും, അവരെ പേടിപ്പെടുത്തുകയും ചെയ്തു. വസ്തർഹബൂഹും, അവരെ പേടിപ്പെടുത്തുകയും ചെയ്തു. വജാഉ, അവർ കൊണ്ടുവന്നു, ബിസിഹ്റിൻ അളീം, വലിയൊരു മാരണം. വജാഉ ബിസിഹ്റിൻ അളീം, വലിയൊരു ആഭിചാരം അവർ അവതരിപ്പിക്കുകയും ചെയ്തു. ഭയങ്കര വിദ്യ തന്നെയാണ് കാണിച്ചത്. ഗ്രൗണ്ടിൽ നടത്തം, മൊത്തം ഗ്രൗണ്ടിൽ പാമ്പുകളായി ഇഴഞ്ഞു നടക്കുകയാണ്. ആളുകൾ പേടിച്ചു. സത്യത്തിൽ അതൊരു തോന്നൽ മാത്രമായിരുന്നു എന്നാണ്. കാണികളുടെ കൺകെട്ടിയതാണ്. അവരുടെ ദൃഷ്ടിയിൽ അതെല്ലാം പാമ്പായി തോന്നി. ജനങ്ങളുടെ കണ്ണുകളെ ആഭിചാരം കൊണ്ട്, സിഹ്ർ കൊണ്ട് മയക്കിക്കളഞ്ഞതാണ്, കൺകെട്ട് നടത്തിയതാണ് എന്ന് ചുരുക്കം. 15,000 ആഭിചാരകന്മാർ അണിനിരന്നിരുന്നു എന്ന് മഹാനായ ഇബ്നു ഇസ്ഹാഖ് റഹ്മത്തുള്ളാഹി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 15,000 സാഹിര്യങ്ങൾ ആ മൈതാനത്തിലുണ്ട്. ഓരോരുത്തരുടെ കയ്യിലും വടികളും കയറുകളുമുണ്ട്. ആ സമയത്താണ് മൂസാ നബി അലൈഹി സ്വലാമും ഹാറൂൻ നബി അലൈഹി സ്വലാമും അവരുടെ പ്രകടനം കാഴ്ചവെക്കാൻ ഒരുങ്ങുന്നത്. ഫിർഔനുണ്ട് അവിടെ, മന്ത്രിമാരുണ്ട്, എല്ലാവരുമുണ്ട്. ഓരോരുത്തരും എന്തും സംഭവിക്കാമെന്ന പ്രതീക്ഷയിൽ നിൽക്കുകയാണ് അവിടെ. ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നത്? കാണികളെല്ലാം അത്ഭുത പരതന്ത്രരായി പാമ്പുകളെ കണ്ടങ്ങനെ നിൽക്കുന്ന സമയത്ത് അള്ളാഹുവിന്റെ വഹി അതാ വരുന്നു. മൂസാ നബിയെ അലൈഹിസ്സലാം, കയ്യിലുള്ള വടി നിലത്തിട്ടോളൂ, നിങ്ങളെ കയ്യിലുള്ള വടി. മൂസാ നബി അലൈഹി സ്വലാം വഹി കിട്ടേണ്ട താമസം കയ്യിലുള്ള വടി നിലത്തിട്ടു. അപ്പോഴതാ വലിയൊരു പാമ്പായി മാറി, ഭയങ്കര സർപ്പമായി മാറി ആ വടി. മാരണവിദ്യക്കാർ, ആ സാഹിര്യങ്ങൾ ആ ഗ്രൗണ്ടിൽ മുഴുവനും ഇട്ട ആളുകളെ കണ്ണിൽ പാമ്പായി തോന്നുന്ന ആ സംഗതികളെ ഒന്നൊഴിയാതെ പിടിച്ചു വിഴുങ്ങാൻ തുടങ്ങി. മൂസാ നബി അലൈഹി സ്വലാം ഇട്ട വടി പാമ്പായപ്പോ ആ പാമ്പ് അവിടെയുള്ള എല്ലാ മറ്റു പാമ്പുകളായി തോന്നുന്ന വസ്തുക്കളെയും പിടിച്ചു വിഴുങ്ങാൻ തുടങ്ങി. ആകെ പരാക്രമം നടത്തുക ആ പാമ്പ് ഗ്രൗണ്ടിൽ. ഇത് കണ്ടപ്പോ ഫിർഔനിന് പേടിയായി, ജനങ്ങൾക്ക് പേടിയായി, ആകെ പേടിച്ചു വിറച്ചുപോയി എല്ലാവരും. എന്താണ് സംഭവിക്കുന്നത്? ആ ഗ്രൗണ്ടിൽ അങ്ങനെ വിലസുന്ന ആ പാമ്പിനെ അവസാനം മൂസാ നബി അലൈഹി സ്വലാം കൈകൊണ്ട് മെല്ലെ പിടിച്ചു. അത് മുമ്പത്തെ വടി തന്നെയായി മാറി. എന്തൊരാശ്ചര്യമാണ്! ഇത് സംഭവിച്ചതോടുകൂടി എല്ലാവർക്കും കാര്യം മനസ്സിലായി, കാര്യം ബോധ്യപ്പെട്ടു. ഫിർഔനും കൂട്ടരും ഇളിഭ്യരായി, അപമാനഭാരം കൊണ്ട് തല താഴ്ന്നു പോയി. അതേസമയം ആ സാഹിര്യങ്ങളായ ആളുകൾ, അവർ ബുദ്ധിമാന്മാരായ ആളുകളാണ്, ചിന്താശേഷിയുള്ള ആളുകളാണ്. മൂസാ നബി അലൈഹി സ്വലാമുമായി മത്സരത്തിന് വന്ന ആ ആളുകൾ ഈ ഒരു രംഗം കണ്ടപ്പോ അവർക്ക് മനസ്സിലായി ഇത് സിഹറല്ല. കാരണം അവർ സിഹർ കാണിക്കുന്ന വിഷയത്തിൽ മാഹിര്യങ്ങളാണവർ, വിദഗ്ധരാണവർ, അതിവിദഗ്ധരാണവർ. അവർക്ക് മനസ്സിലായി, ഞങ്ങൾ കാണിച്ച സിഹറിനെ നശിപ്പിക്കാൻ മറ്റൊരു സിഹറിന് ഇവിടെ കഴിയില്ല, അതുകൊണ്ട് ഇത് സിഹറല്ല എന്നവർക്ക് നിഷ്പ്രയാസം മനസ്സിലായി. മൂസാ നബി അലൈഹി സ്വലാമിന്റെ പ്രകടനം അത് മുഅ്ജിസത്താണ്, അത് സിഹറല്ല എന്ന് മനസ്സിലായപ്പോ അവർ എന്ത് ചെയ്തു? ഉടനെ തന്നെ സുജൂദിൽ വീണു, അള്ളാഹുവിൽ വിശ്വസിച്ചുകൊണ്ട്. അവർ പറഞ്ഞു, ഞങ്ങൾ മൂസാ നബിയുടെയും ഹാറൂൻ നബിയുടെയും റബ്ബിൽ ഞങ്ങളും ഇതാ വിശ്വസിച്ചിരിക്കുന്നു. തുറന്ന് ഉറക്കെ പറഞ്ഞു, അവർ ഉറക്കെ പ്രഖ്യാപിക്കുകയാണ്. അതാണ് മഹാന്മാരായ മുഫസ്സിറുകൾ പറയുന്നത്, രാവിലെ ഇവർ വന്നത് സത്യനിഷേധികളായാണ്, വൈകുന്നേരമായപ്പോഴേക്കും അവർ മുഅ്മിനീങ്ങളായി. അങ്ങനെ ഫിർഔനിന്റെ ശിക്ഷയിൽ മരണപ്പെട്ട് അവർ ഷഹീദുകളാവുകയും ചെയ്തു. ഇൻഷാ അല്ലാഹ് പിന്നീട് നമുക്ക് ആ വിഷയം പറയാം. 117 ആയത്ത് നോക്കൂ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വൗഹൈനാ ഇലാ മൂസാ അൻ അൽഖി അസാക് ഫഇദാ ഹിയ തൽഖഫു മാ യഅഫികൂൻ. വൗഹൈനാ, നമ്മൾ വഹി കൊടുത്തു, സന്ദേശം നൽകി. ഇലാ മൂസാ നബി അലൈഹി സ്വലാമിലേക്ക്. എന്ത്? അൻ അൽഖി അസാക്, താങ്കളുടെ വടി നിലത്തിട്ടോളൂ. ആ നിർദ്ദേശം കാത്തിരിക്കുകയായിരുന്നു മൂസാ നബി അലൈഹി സ്വലാം. അപ്പോ അൻ അൽഖി അസാക, താങ്കളുടെ വടി നിലത്തിട്ടോളൂ എന്ന ഒരു സന്ദേശം കൊടുത്തു. ഫഇദാ ഹിയ, അപ്പോൾ അതാ ആ വടി അല്ലെങ്കിൽ ആ പാമ്പായി മാറിയത്
തൽഖഫു വിഴുങ്ങിക്കളയുന്നു മാ യഫികൂൻ അവർ കൃത്രിമമായി ഉണ്ടാക്കിയതിനെയെല്ലാം. തൽഖഫു എന്ന് പറഞ്ഞാൽ വിഴുങ്ങുക. മാ യഫികൂൻ അവർ കൃത്രിമമായി ഉണ്ടാക്കിയതിനെയെല്ലാം ആ പാമ്പ് പിടിച്ചു വിഴുങ്ങുകയായി. മൂസാ നബി അലൈഹി സ്വലാം വടി നിലത്തിട്ടത് അള്ളാഹുവിന്റെ വഹി അനുസരിച്ചാണ് എന്ന് പറഞ്ഞത് പ്രത്യേകം ശ്രദ്ധേയമാണ്. എന്താ അവിടെ ശ്രദ്ധിക്കാനുള്ളത്? ഈ ആയാത്തുകൾ, ദൃഷ്ടാന്തങ്ങൾ, മോചിതത്തുകൾ വെളിപ്പെടുത്തുക അത് അള്ളാഹുവാണ് ചെയ്യുന്നത്. അതിൽ പ്രവാചകന്മാർക്ക് സ്വയം തീരുമാനമെടുക്കാൻ പറ്റുന്ന വിഷയമല്ല അത് എന്ന് സൂചിപ്പിക്കാനാണ് വഹി അനുസരിച്ച് വടി നിലത്തിട്ടു എന്ന് പറയാൻ കാരണം. ജാലവിദ്യക്കാരായ ആളുകളുടെ വടികളും കയറുകളും ഒക്കെ പാമ്പുകളാണ് എന്ന് ജനങ്ങൾക്ക് തോന്നി എന്നല്ലാതെ യഥാർത്ഥത്തിൽ അതിന് മാറ്റമൊന്നും സംഭവിച്ചിരുന്നില്ല. മൂസാ നബി അലൈഹി സ്വലാമിന്റെ വടി അങ്ങനെയല്ല, അത് യഥാർത്ഥ സർപ്പം തന്നെയായി എന്നാണ്. ബാക്കിയുള്ളതൊക്കെ ആളുകൾ കണ്ണിൽ അങ്ങനെ തോന്നി. പക്ഷെ മൂസാ നബി അലൈഹി സ്വലാമിന്റെ വടി ശരിക്കുള്ള പാമ്പായി മാറി. അങ്ങനെയാണ് അത് കൃത്രിമ പാമ്പുകളെയെല്ലാം പിടിച്ചു വിഴുങ്ങിയത്. അള്ളാഹു തആല പറയുന്നത് നോക്കൂ, 118, 119, 120. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഫവഖഅൽ ഹഖ് വബതല മാ കാനൂ യഅമലൂൻ. അങ്ങനെ സത്യം പുലർന്നുകൊണ്ടു. ഫവഖഅൽ ഹഖ് അങ്ങനെ സത്യം ഇതാ സംഭവിച്ചിരിക്കുന്നു, സത്യം പുലർന്നുകൊണ്ടിരിക്കുന്നു. വബതല ബാത്തിലായിരിക്കുന്നു, നിഷ്ഫലമായിരിക്കുന്നു, ശിഥിലമായിരിക്കുന്നു. മാ കാനൂ യഅമലൂൻ അവർ കൃത്രിമമായി ഉണ്ടാക്കിയതെല്ലാം, സാഹിര്യങ്ങളുടെ എല്ലാ പണിയും ഇതാ ഇവിടെ നിഷ്ഫലമായി പോയിരിക്കുന്നു. അങ്ങനെ അവർ എന്ന് പറഞ്ഞാൽ ഫഗുലിബു അവർ ഫിർഔനും കൂട്ടരും അവിടെ പരാജിതരായിരിക്കുന്നു. ഫഗുലിബു ഹുനാലിക ഫിർഔനും കൂട്ടരും അതിജയിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അവർ പരാജിതരായിരിക്കുന്നു. വൻഖലബു സാഗിരീൻ നിന്ദരായി മടങ്ങുകയും ചെയ്തിരിക്കുന്നു. വലിയ അന്തസ്സോടെ വന്നിരുന്നത് തിരിച്ചു പോകുമ്പോൾ തല താഴ്ത്തിയിട്ട് അപമാനഭാരം കൊണ്ട് തല താഴ്ത്തി തിരിച്ചു പോവുക. ആകെ മുഖം കെട്ടുപോയി. യാ റബ്ബ് അങ്ങനെ ആ ഫിർഔനും കൂട്ടരും പരാജിതരാകുകയും നിന്ദരായി മടങ്ങുകയും ഉണ്ടായി. സാഹിര്യങ്ങൾ എന്താ ചെയ്തത്? അവർ സുജൂദിൽ വീഴുകയും ചെയ്തു. മാരണവിദ്യക്കാർ, സാഹിര്യങ്ങളായ ആളുകളൊക്കെ സുജൂദിൽ വീഴുകയും ചെയ്തു. അവർ പറഞ്ഞു മൂസാ നബി അലൈഹി സ്വലാമിന്റെയും ഹാറൂൻ നബി അലൈഹി സ്വലാമിന്റെ റബ്ബിൽ ഞങ്ങളും ഇതാ വിശ്വസിച്ചിരിക്കുന്നു എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു. അതാണ് ഇനി നമുക്ക് അടുത്ത പേജിൽ പഠിക്കാനുള്ളത്. ഇൻഷാ അല്ലാഹ് അവിടെ പഠിക്കാം. വലിയ സംഭവമാണല്ലേ ആ രംഗമൊന്നിങ്ങനെ ആലോചിച്ച് നോക്കൂ. രാജ്യം ഭരിക്കുന്ന രാജാവിന്റെ മുമ്പിൽ ഞാനാണ് വലിയ റബ്ബ് എന്ന് വീമ്പിളക്കുന്ന ഫിർഔന്റെ മുമ്പിൽ സത്യവും അസത്യവും തമ്മിൽ ഏറ്റുമുട്ടുകയാണ് അവിടെ. മൂസാ നബി അലൈഹി സ്വലാമും ഹാറൂൻ നബി അലൈഹി സ്വലാമും മാത്രമാണ് ഒരു പക്ഷത്തുള്ളത്. നാട് മുഴുവൻ ഭരണ സംവിധാനങ്ങളെല്ലാം മറുപക്ഷത്താണ്. എന്നിട്ടും അള്ളാഹുവിന്റെ സഹായം പ്രതീക്ഷിച്ച് മൂസാ നബി അലൈഹി സ്വലാം ഒരിക്കലും അടിപതറാതെ നിലകൊള്ളുകയാണ് ചെയ്തത്. ഇത് കണ്ടപ്പോൾ ആകെ പേടിയായിപ്പോയി ആളുകൾക്ക്. ഇൻഷാ അല്ലാഹ് ഇതിന്റെ വിശദ വിവരങ്ങൾ ഇനി വരുന്നുണ്ട്. നമുക്കവിടെ അടുത്ത ക്ലാസ്സിൽ വിശദമായി പഠിക്കാം. അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നമുക്ക് ദുആ ചെയ്ത് പിരിയാം. അൽഹംദുലില്ലാഹി 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 റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മൗലാനാ മുഹമ്മദ്. അല്ലാഹു ഞങ്ങൾ പഠിച്ചതും കേട്ടതും സ്വാലിഹായ അമലായി സ്വീകരിക്കുന്ന തമ്പുരാനെ, മഹാന്മാരായ അമ്പിയായിന്റെ കൂടെ ഞങ്ങളെയും ഈ നാളെ സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരണേ തമ്പുരാനെ. ഞങ്ങളുടെ സർവ്വ തെറ്റുകുറ്റങ്ങളും പുറത്ത് മാപ്പാക്കി തരണേ അല്ലാഹ്. ഒരുപാട് ആളുകൾ ഞങ്ങളുടെ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. എല്ലാവരുടെയും ഉദ്ദേശങ്ങൾ നിറവേറ്റി കൊടുക്കണേ തമ്പുരാനെ. അസുഖങ്ങൾ ശിഫയാക്കണേ റബ്ബേ. ഹലാലായ മുറാദുകൾ ഹാസിലാക്കണേ തമ്പുരാനെ. നിന്റെ പരിശുദ്ധ ഖുർആനിനും ദീനിനും ഒരുപാട് കാലം ഖിദ്മത്ത് ചെയ്യാനുള്ള അവസരങ്ങൾ നൽകണേ തമ്പുരാനെ. ഞങ്ങളുടെ ആഖിബത്ത് നന്നാക്കണേ റബ്ബേ. മാതാപിതാക്കൾക്കും ഉസ്താദുമാർക്കും പുറത്തു കൊടുക്കണേ തമ്പുരാനെ. എല്ലാ ആപത്ത് മുസീബത്ത് പ്രയാസങ്ങളും ഞങ്ങൾ എല്ലാവരെയും കാത്തുരക്ഷിക്കുകയും ചെയ്യണേ അല്ലാഹ്. اللهم اجعل جمعنا هذا جمعا مرحوما وتفرقنا من بعده تفرقا معصوما ولا تجعل اللهم فينا ولا منا ولا معنا شقيا ولا مطرودا ولا محروما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات طيب ثراهم وجعل الجنة مأواهم. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. وصلى الله تعالى وسلم على خير خلقه سيدنا محمد وعلى آله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. من دور الدعاء
സുബ്ഹാനകല്ലാഹു ബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.